12 ദിവസം നിയമസഭാ സമ്മേളനമുണ്ട്. ഈ 12 ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ വരും. കാരണം കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടു, ധൈര്യമായിട്ട് വന്നോളൂ, ഞങ്ങളുണ്ട്. ഇന്നലെ പല നേതാക്കളും തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനടക്കം നേമം ഷാജിറടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിലേക്ക് എത്തിച്ചത്. പക്ഷേ VD സതീശനടക്കം ചില കോൺഗ്രസ്സുകാർക്ക് വലിയ കടുത്ത എതിർപ്പുണ്ട്. ആ എതിർപ്പിന്റെ വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരേണ്ട, പ്രത്യേകിച്ച് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടു, അതുകൊണ്ട് അദ്ദേഹത്തിന് വരാനുള്ള അർഹതയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ രാഹുൽ പറയുന്നു ഞാൻ വരിക തന്നെ ചെയ്യും, ഞാൻ വന്നിരിക്കും. അപ്പൊ ഈ കോൺഗ്രസിനകത്ത് തന്നെ പുറത്തേക്കാളിലും അകത്താണ് കൂടുതൽ ഈ രാഹുലിന് ശത്രുക്കളുള്ളത്. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം ഒരു ഗോഡ് ഫാദർ എന്നുള്ളൊരു രാഷ്ട്രീയക്കാരനല്ല. ഒരു കുടുംബത്തിൽ നിന്ന്, രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളുമല്ല, ന്യൂനപക്ഷ മതക്കാരനും അല്ല. അപ്പോൾ ഒരു സവർണ മതക്കാരനാണ്, സവർണനാണ്. അപ്പോൾ സവർണന് കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും പ്രയോറിറ്റി കുറയും, അറിയാമായിരിക്കുമല്ലോ. അതായത് ഒരു സീറ്റ്, ഇപ്പൊ തന്നെ ഒരു സീറ്റ് കൊടുക്കണമെങ്കിൽ തന്നെ അതിന് തന്നെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അവിടെ രാഹുൽ അങ്ങനെ അതെല്ലാം തരണം ചെയ്താണ് അദ്ദേഹം പാലക്കാട് സീറ്റ് ഉറപ്പിച്ചത്. അപ്പോ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഒരു സവർണനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിന് ഉണ്ടായി കഴിഞ്ഞാൽ അതും ഈ പറയുന്ന ഈ എല്ലാ വോട്ട്സും രാഹുലിന് അഗെയിൻസ്റ്റ് ആണ്. അതായത് രാഷ്ട്രീയ പാർട്ടി കുടുംബത്തിൽ നിന്നുള്ളതല്ല, ഗോഡ് ഫാദർ അല്ല, ന്യൂനപക്ഷ മതക്കാരനല്ല, സവർണനുമാണ്, ദളിതനുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഈ വീട് നടത്തുന്ന എഴുന്നേൽക്കുക എന്നുള്ളത് പാടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അതാണോ കാണുന്നത്? അല്ല. രാഹുലിന് എവിടെ നിന്നോ കുറെ ഊർജം കിട്ടിയിട്ടുണ്ട്, രാഹുലിന് ധൈര്യം കിട്ടുന്നുണ്ട്. കാരണം കോൺഗ്രസിനകത്ത് എതിർപ്പ്, പ്രതിപക്ഷം എതിർക്കും സ്വാഭാവികമായിട്ടും. അവർ പ്രതിപക്ഷ പാർട്ടിയെ ഭരണപക്ഷം എതിർക്കും. കാരണം സ്വാഭാവികമായിട്ടും അവരുടെ ഓപ്പോസിംഗ് പാർട്ടി ആയതുകൊണ്ട് അവരെതിർക്കും. കോൺഗ്രസിനകത്ത് എതിർപ്പുണ്ട്. ആ എതിർപ്പ് എനിക്ക് തോന്നുന്നു, വിജയന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരാൻ മാസങ്ങൾ ബാക്കി നിൽക്കുന്നു. അപ്പൊ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടണം. കാരണം ഞങ്ങൾ സ്ത്രീലമ്പടനായ ഒരാളെ ഞങ്ങൾ സംരക്ഷിച്ചില്ല, അവരെ പോലെ അല്ല. അങ്ങനെയാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. അങ്ങനെ കണ്ണിൽ പൊടി ഇടുക, അങ്ങനെയല്ല. ഇവിടെ അതാണ് നമ്മളെ ഇന്നത്തെ വിഷയം തന്നെ. അതായത് ഇവിടെ സതീശനെതിരെ ഒരു ഗ്യാങ് ഇറങ്ങിയിട്ടുണ്ട്. സതീശൻ ഗ്യാങ് ആയിരുന്നല്ലോ രാഹുലും ഷാഫിയൊക്കെ. അപ്പം ഈ സതീശൻ ഇപ്പൊ തെറ്റിപ്പിരിഞ്ഞെന്നുള്ളത് സതീശന് മറ്റു മാർഗമില്ല, രാഹുലിനെ തള്ളി പറഞ്ഞതിന് പറ്റുമോ, അതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. അത് വിവരമില്ലാത്തവനങ്ങനെ പലതും പറയും, വിവരമില്ലാത്തവങ്ങനെ പലതും പറയും. കാരണം ബ്ലാക്ക് മെയിൽ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു കാര്യം, ഇത് ബ്ലാക്ക് മെയിൽ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും തിരിച്ച് കിട്ടണം. അത് എവിടെ എന്താണ് അവർക്ക് കിട്ടേണ്ടത്? രാഹുലിന്റെ രാജിയാണ്, അത് കിട്ടിയിട്ടില്ല. അപ്പോ അതുകൊണ്ട് അതിന്റെ കാര്യമൊന്നുമില്ല. അത് കിട്ടി എങ്കിൽ നമുക്ക് ഈ പറയുന്നതിൽ വസ്തുത ഉണ്ടെന്ന് പറയാം. എന്തായാലും ഇവിടെ സതീശൻ ഉൾപ്പെടെ കോൺഗ്രസിനകത്ത് നിന്ന് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട് ഇവരെ ഒതുക്കാനായിട്ട്. അതിൽ ആദ്യത്തെ പടിയാണ് രാഹുലിന് കിട്ടിയത്. ചെന്നിത്തലയല്ല, അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും ആരാണെന്നുള്ളത്. അപ്പോ ഇനി അതൊന്ന്, രാഹുലിന് ആരാണ് ഈ ഊർജം കൊടുക്കുന്നത്? അതാണ് രണ്ടാമത്തെ ചോദ്യം. അവിടേക്കാണ് നമുക്ക് ഈ വിഷയം കൊണ്ടുപോകേണ്ടത്. എന്തായാലും നമുക്ക് ഇന്നലത്തെ കാര്യം തൊട്ട് പറഞ്ഞു തുടങ്ങി. ഇന്നലെ വന്ന രാഹുൽ രാഹുൽ കോൺഗ്രസിലുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങനെ പറയുമ്പോൾ തെറ്റിപ്പോവും. നമ്മുടെ ഗാന്ധിജി അല്ല, മാങ്കൂട്ടം. അപ്പം മാങ്കൂട്ടം ഇന്നലെ വന്ന് രക്ഷപ്പെട്ടു. കാരണം എന്താ, ഇന്നലെ അനുസ്മരണ ചടങ്ങായിരുന്നു. അവരുടെ അനുസ്മരണ ചടങ്ങിന്റെ ആ ഒരു ഇതായതുകൊണ്ട് പ്രതിഷേധമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് കളി മാറും. ഇന്ന് സഭയ്ക്കുള്ളിൽ പ്രതിഷേധത്തിനുള്ള വലിയ സാധ്യതയുണ്ട്. അദ്ദേഹം വരില്ല, അതുകൊണ്ട് വരാനുള്ള സാധ്യത കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ PV അൻവറിന്റെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു നിയമസഭയിൽ. അതായത് UDFന്റെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഏറ്റവും പിന്നിലായിട്ടുള്ള ഒരു സീറ്റ്. അവിടെ ആയിരിക്കും രാഹുൽ ഇരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അങ്ങനെ ഒരു സീറ്റായിരിക്കും എടുക്കുക എന്നാണ് പറയുന്നത്. അതായത് അൻവറും ആർക്കും വേണ്ടാത്ത അൻവർ സ്വതന്ത്രനായിട്ടായിരുന്നല്ലോ മത്സരിച്ചിരുന്നത്. അപ്പൊ അൻവർ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അൻവറില്ല, അൻവർ ഇരുന്ന സീറ്റ്, ആ ഒരു സീറ്റുണ്ട് UDF ബ്ലോക്ക് കഴിഞ്ഞിട്ട്. ആ സീറ്റിന്റെ പൊസിഷനാണ് ഞാൻ പറഞ്ഞത്. ആ ബ്ലോക്കിൽ ഏറ്റവും അവസാന നിരയിലായിരിക്കും ഇരിക്കുന്നത്. പെട്ടെന്ന് കാണൂലല്ലോ. പിന്നെ അതായത് നമ്മൾ ഹോംവർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന ചില സീറ്റുകൾ, അതായത് ലാസ്റ്റ് ബെഞ്ചിലല്ല, സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിൽ അങ്ങറ്റത്ത്. അതായത് ലാസ്റ്റ് ബെഞ്ചിൽ ടീച്ചറിന്റെ കണ്ടുപോകും, സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിൽ പോകില്ല. അപ്പൊ അത് തന്നെ അങ്ങറ്റായിരിക്കും. അപ്പൊ അങ്ങനത്തെ അല്ല, അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് UDF ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള സീറ്റാണ് മാങ്കൂട്ടം എടുക്കുന്നത്. അപ്പൊ എന്തായാലും അതായത് എന്നെ കൊണ്ട് ഇനിയിപ്പോ നിങ്ങൾ നാറണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ല എന്നുള്ള. അപ്പോ എന്തായാലും അങ്ങനെ ഒരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ച്, അതായത് VD സതീശനെ ധിക്കരിച്ചിട്ടാണ് ഇദ്ദേഹം വന്നത്
എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഇദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നമുക്കറിയാം, ഇദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസം അടൂരിലെ വീട്ടിലായിരുന്നു. മീഡിയക്കാരെ പറ്റിക്കാൻ വേണ്ടി കാറെടുത്ത് പുറത്തു പോകും, എന്നിട്ട് ഭക്ഷണം കഴിക്കാനായിരിക്കും പോകുന്നത്. എന്നിട്ട് മീഡിയക്കാർ ഇദ്ദേഹത്തിന്റെ പുറകെ പോകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കുറേ നേരം. പക്ഷെ ഇപ്പൊ അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. എനിക്ക് സതീശ പറയാ, എനിക്ക് ഞാൻ എതിർക്കാം, നീ ചെല്ല്, ഞാൻ എതിർക്കും. അല്ല, ഇവിടെ ഒരു കളി നടക്കുന്നുണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. അതായത് ഇദ്ദേഹം ഇപ്പൊ പറയുന്ന മാധ്യമങ്ങളോട് ഇന്നലെ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പാർട്ടിയോട് എതിർപ്പില്ല, ആരെങ്കിലും വരണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. വരണ്ടായിരുന്നു എന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അങ്ങനെ ആരും പറഞ്ഞില്ല, അങ്ങനെ അതിന് മറുപടി പറഞ്ഞില്ല. ഈ ശബ്ദരേഖയിൽ കേൾക്കുന്ന ശബ്ദം നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. അതൊന്നും പറഞ്ഞില്ല. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ തെളിയട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് പിന്നെ എന്താണ്, ഈ പാർട്ടി നേതൃത്വത്തിനെ എതിർത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നിയമപരമായിട്ട് എനിക്കിവിടെ വരുന്നതിൽ തടസ്സമില്ല. സത്യമാണ്, നിയമപരമായിട്ട് വരുന്നതിൽ തടസ്സമില്ല. MLA ആണ്. അത് മാത്രമല്ല, ക്രൈംബ്രാഞ്ച് പരാതി നൽകിയിട്ടില്ലാത്തൊരു കേസിൽ അന്വേഷണം. അതിന്റെ അകത്ത് പരാതി നൽകി റെയിൻകോട്ട് വേണമെന്ന്, മൂന്നാറ് തണുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചവർ ഇരിപ്പുണ്ട് നിയമസഭയ്ക്കകത്ത്. നിയമസഭയ്ക്കകത്ത് വേറെ ആൾക്കാർ അവർക്കെതിരെ പരാതി കൊണ്ട് കേസുണ്ട്. ബലാത്സംഗ കേസുള്ളവർ വരെ ഇല്ലേ? അത് കോൺഗ്രസിൽ തന്നെ ഉണ്ടല്ലോ, CPM-ലുണ്ട്. ഈ സരിത കൊണ്ടന്ന് കേസ് കൊടുത്തത് എന്താണ്, ലൈംഗിക പീഡന കേസാണ് കൊടുത്തത്. അത് കേസാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടിക്കല്ല കൊണ്ട് കൊടുത്തത്, ആരോപണമല്ല. ആരോപണമല്ല. അത് AICC-ക്ക് അല്ല കൊടുത്തത്, APCC-ക്കും AICC-ക്കും അല്ല കൊടുത്തത്, പോലീസിലാണ്. പോലീസ് കംപ്ലൈന്റ് ആണ് കൊടുത്തത്. ആർക്കെതിരെ? വേണുഗോപാലുണ്ട്, ഹൈബി ഈഡനുണ്ട്, പിന്നെ നമ്മൾ അബ്ദുൾ കുട്ടിയുണ്ട്. അപ്പം ഇവർക്ക് 3 പേർക്കെതിരെ കേസ് കൊടുത്തിട്ട് അന്ന് ഇവരുടെ പാർട്ടി നേതൃത്വം ഇതിൽ നിന്ന് നീക്കിയിട്ടില്ല, MP MLA സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയിട്ടില്ല, മന്ത്രി സ്ഥാനങ്ങളിൽ നിന്നോ, അല്ലെ മന്ത്രി സ്ഥാനമില്ലായിരുന്നു, അങ്ങനെ ജനപ്രതിനിധി സ്ഥാനങ്ങളിൽ നിന്ന്, സാമാജിക സ്ഥാനങ്ങളിൽ നിന്ന് അവർ നീക്കിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആക്രമണമൊക്കെ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതായത് ഈ പറയുന്ന വ്യക്തിക്ക് ഗോഡ് ഫാദർ ഇല്ല, രാഷ്ട്രീയ പറയുന്ന എന്താണ് ഇതില്ല, അതായത് രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നല്ല വരുന്നത്, അസൂയാവഹമായിട്ടുള്ള ഒരു വളർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ കൊണ്ടാണ് ഇത് ചവിട്ടി ഇടുക എന്നുള്ളത്. ഇത് CPM ഒന്നുമല്ല ഇതിന്റെ പിന്നിൽ, അത് നമുക്ക് വ്യക്തമാണ്. ഇതിന്റെ പിന്നിൽ കോൺഗ്രസ്സുകാർ തന്നെയാണെന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇദ്ദേഹം ചെയ്ത തെറ്റ്, ഇദ്ദേഹത്തിന് ഇങ്ങനെ വേട്ടയാടേണ്ട കാര്യം എന്താണെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ പറയുന്ന ഫ്ലിർട്ടിങ് ഇദ്ദേഹം ചെയ്യുന്ന കാര്യം, അതായത് ഈ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. കാരണം ഫിൽട്രേഷൻസ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ്, ഇങ്ങനെ നോക്കുന്നത്. ഇതിൽ പറയുന്ന അതൊന്നും അല്ല. ജനങ്ങൾ അങ്ങനെ ഒരു കോഴി രാഹുൽ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്ന് അതുകൊണ്ടൊന്നും കൊണ്ടാവില്ലല്ലോ. രാജിവെക്കേണ്ടുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഈ പറയുന്ന പെൺകുട്ടിയായിട്ടുള്ള പ്രശ്നമാണല്ലോ, ശബ്ദരേഖയിൽ കേൾക്കും. അതിലെന്താണ് എന്ന് കൃത്യമായി ഇഴകിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതിൽ രാഹുലിന്റെ തെറ്റ് വരുന്ന ഒരിടത്ത് മാത്രമേ ഉള്ളൂ. അത് ഈ പെൺകുട്ടി പറയുന്നില്ല രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന് പറയുന്നില്ല. വേടന്റെ കേസ് പോലെ അല്ല അത്. ഈ പീഡനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം റേപ്പാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളതാണ്. അല്ല, കാരണം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. എന്താണെന്ന് മനസ്സിലാവുമല്ലോ. ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിൽ രാഹുലിനെ കുറ്റം പറയാൻ പറ്റില്ല. 2 ഗർഭം, അതായത് ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. ഇതിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. ഇത് 2 പേർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. 3ാമത്തെ കാര്യം, അതായത് ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് രാഹുലിന് എതിരെ നിലനിൽക്കുന്ന ഒരു ക്രൈം എന്ന് പറയുന്നത്. അത് തെളിയിക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പെടാപ്പാട് പെടുന്നത്. അത് തെളിയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് എടുക്കുകയും തുടർന്ന് രാജിയൊക്കെ ഉണ്ടാവേണ്ടതുള്ളൂ. അപ്പോൾ ഇത് ഈ പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ തന്നെ ഇപ്പൊ ഇത് രാഹുലിന്റെ കേസ് പുറത്തു വന്നു. പുറത്തു വരാതെ ഇത് നടത്തിയിട്ടുള്ള എത്ര പേരുണ്ടായിരിക്കും? ഒരുപാട് പേരുണ്ടായിരിക്കും. ഇവരൊക്കെ ഡീസന്റ് ആണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇതുപോലെ കുറച്ച് നാൾ മുന്നേ, അതായത് ഈ പറയുന്ന PT ചാക്കോടെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. വാഹനാപകടം ഉണ്ടാവും, അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വരുന്ന അവർ ഗർഭിണിയായിരുന്നു അറിയുന്നു. പിന്നീട് തുടർന്ന് ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്ന കാര്യമൊക്കെ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് അത് രാജിവെക്കേണ്ടെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. പിന്നീട് അതില് എന്താണ്, പിന്നീടുണ്ടായ ചർച്ചകളിലാണ് അദ്ദേഹം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അതൊക്കെ തന്നെ ഇതിനൊക്കെ ഒരു വലിയ കുറ്റകരമായിട്ട് കാണുന്നുണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശക്തി കേന്ദ്രം ആരാണെന്നുള്ള ചോദ്യം, അതാണ് അവതരിക്കാൻ വരുന്നത്. അത് ഷാഫി പറമ്പിലാണ് ആ ശക്തി കേന്ദ്രം. കാരണം SFI പ്രതിഷേധം നടത്തി രാഹുലിന്റെ കാർ ഇന്നലെ തടഞ്ഞിരുന്നു. രാഹുൽ കാറിന്റെ വെളിയിൽ ഇറങ്ങിയില്ല. കാരണം അറിയാം, ഇറങ്ങിയാൽ ഒരുപക്ഷെ
ചിലപ്പോൾ അടി കൊള്ളാനുള്ള സാധ്യതയുണ്ടെന്ന്. അടി കൊള്ളില്ല എന്ന ഉറപ്പോടെ പുറത്തിറക്കണമെങ്കിൽ അതിന് കോൺഗ്രസിൽ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അയാളുടെ പേര് ഷാഫി പറമ്പിൽ എന്നാണ്. ആ ധൈര്യം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ? അത് അദ്ദേഹത്തിന്റെ മതത്തിൽ നിന്ന് കിട്ടുന്ന ധൈര്യമാണ്. അതായത് ഏത് പാർട്ടിയിലുള്ള ആളാണെങ്കിലും അത് നമ്മുടെ ആളാണെന്നുള്ളൊരു ബോധം, അങ്ങനെ ഒരു ബോധം കേരളത്തിലുണ്ട്. മനസ്സിലായ? ഏതൊരു പാർട്ടിയിലാണെങ്കിലും ഈ മതത്തിലുള്ള ആളാണെങ്കിൽ അത് നമ്മുടെ ആളാണെന്നുള്ളൊരു ബോധം. അതുകൊണ്ട് നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിലിനെതിരെ അങ്ങനെ പ്രതിഷേധം നടത്തിയപ്പോൾ തടഞ്ഞ് അദ്ദേഹത്തിന് നായ എന്ന് വിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രവർത്തനത്തിൽ പ്രവർത്തകരുടെ അക്രമാസക്തം നമ്മൾ കണ്ടിരുന്നു. അന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ്, ഇത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണോ? കോൺഗ്രസ് ഇങ്ങനെയാണോ? ഈ പൊതുവെ ശാന്തരായിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ. ഇതിനകത്ത് ആരോ കടന്നുകൂടിയിട്ടില്ലേ? യൂത്ത് കോൺഗ്രസിന്റെ തന്നെ അറിവോടെ അല്ലാതെ. കാരണം അതെന്താണ്, അക്രമാസക്തമായി പോലീസിനെ തീപ്പന്തം എറിയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അത് ഷാഫി പറമ്പിലായതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. കാരണം അയാളെ തൊട്ടു എന്നുള്ളതാണ്. അപ്പൊ കോൺഗ്രസിന്റെ ഉള്ളിൽ ചരട് വലിക്കുന്നത് ഒരുപക്ഷെ സതീഷിനപ്പുറം തന്നെ ചരട് വലിക്കുന്ന ഒരു ശക്തിയായിട്ട് ഷാഫി മാറി എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ്. ഷാഫി വന്നതിന് ശേഷമാണ്, ബീഹാറിൽ നിന്ന് ഷാഫി വന്നതിന് ശേഷമാണ് VD സതീഷിനൊക്കെ ഒരു അഭിപ്രായം തന്നെ നേരെ പറഞ്ഞത്. എന്താണോ ഷാഫി പറഞ്ഞത് അതാണ് പിന്നീട് ആ അഭിപ്രായത്തിലേക്ക് VD സതീശൻ പിന്നീട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷാഫിയാണ്. ഇപ്പോൾ ധൈര്യമായി നിയമസഭയിൽ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഉറപ്പ് മാങ്കൂട്ടത്തിന് കൊടുത്തിരിക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്.